നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടിങ് വർക്കാണ് കേട്ടോ. അതായത് സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടിങ് വർക്ക് ടാലി പ്രൈമർ 6 എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അവിടെ നമ്മൾ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളൊരു ഓപ്ഷനാണ് ഉപയോഗിക്കുക. അതായത് അവിടെ റീറ്റെയിൽ ഷോപ്പിംഗ് ബില്ലിംഗ് ആണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബില്ലിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ എപ്പോഴാണ് ആ ബില്ല് അടിച്ചിട്ടുള്ളത്, അതിൻ്റെ ടൈം, അതേപോലെ തന്നെ അവിടെ പ്രിന്റിന് വേണ്ടി വേറൊരു കമാൻഡ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാലോ, ഒരു സൂപ്പർ മാർക്കറ്റ് പറയുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോണ സമയത്ത് ഒരുപാട് ആൾക്കാരിൽ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ബില്ലുകളൊക്കെ ഓരോന്നോരോന്നായി എടുത്ത് പ്രിന്റിന് കമാൻഡ് കൊടുത്ത് പ്രിന്റ് എടുക്കുക എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രത്യേകതകളുണ്ട് ഈ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഈ സൂപ്പർ മാർക്കറ്റ് ബില്ലിങ്ങിൽ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് syamastallyclass@gmail.com ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് വിത്ത് GSTയോട് കൂടിയിട്ട് എങ്ങനെയാണ് ബില്ലിംഗ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കമ്പനിയിൽ GST എനേബിൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫീച്ചേഴ്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് കമ്പനി ക്ലിക്ക് ചെയ്തിട്ടെടുക്കാം. അതിൽ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണും, എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. എൻ്റർ അടിച്ചു. ഇവിടെയാണ് നമ്മളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടത്. നമ്മൾ സ്റ്റേറ്റ് കൊടുത്തു. ഇവിടെ നമ്മൾ റെഗുലർ ഡീലറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് GST നമ്പർ കൊടുക്കാം. 15 ഡിജിറ്റുള്ള ഒരു നമ്പർ ആയിരിക്കും GST നമ്പർ. നമുക്കിവിടെ GST നമ്പർ അടിച്ചു കൊടുക്കാം. നമ്മൾ എങ്ങനെയാണ് റിട്ടേൺ കൊടുക്കുന്നത്, നമ്മൾ മന്ത്ലി കൊടുക്കാം, ക്വാർട്ടർലി കൊടുക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. നമ്മുടെ വേ ബില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് നമ്മുടെ കമ്പനിയിൽ നമ്മൾ GST എനേബിൾ ചെയ്തു വെച്ചു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത്, നമുക്ക് പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള പുതിയൊരു വൗച്ചർ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടാലിയിലെ സെയിൽസിൻ്റെ വൗച്ചർ ടൈപ്പ് ഉണ്ട്. നമ്മൾ ഈ പോയിന്റ് ഓഫ് സെയിൽ ചെയ്യാൻ പുതിയൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് വന്നു. ഇവിടെ നമുക്ക് നെയിം കൊടുക്കാം, പോയിന്റ് ഓഫ് സെയിൽ അല്ലെങ്കിൽ POS, എന്ത് പേര് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഇത് ടൈപ്പ് ഓഫ് വൗച്ചറിൽ നമ്മൾ സെയിൽസ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ്. ഒരു വൗച്ചർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രിന്റ് ചെയ്യണോ? അപ്പോൾ ഇതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ബില്ലിങ്ങിൽ എനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു. ഇവിടെ നമുക്ക് ചോദിക്കും യൂസ് ഫോർ POS ഇൻവോയ്സിങ്. ഈ ഒരു ഓപ്ഷനും യെസ് കൊടുത്തു. നമുക്കിവിടെ മെസ്സേജ് ടു പ്രിന്റ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ബില്ലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് അവിടെ അടിയിലൊരു മെസ്സേജ് ഉണ്ടായിരിക്കും, താങ്ക് യു, കം അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ മെസ്സേജാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം താങ്ക് യു. അടുത്തൊരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നമുക്ക് കം അഗെയിൻ. എൻ്റർ അടിച്ചു. നമുക്കിവിടെ ഡീഫോൾട്ട് ടൈറ്റിൽ ടു പ്രിന്റ്. നമുക്ക് എന്താണ് ടൈറ്റിൽ വേണ്ടത്? ഇപ്പം നമുക്ക് സെയിൽസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് സെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ POS. നമ്മൾ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ടൈറ്റിൽ വരിക. സെറ്റ് ഓൾട്ടർ ഡിക്ലറേഷൻ. നമ്മുടെ ഒരു സത്യപ്രസ്താവന ഉണ്ടായിരിക്കുമല്ലോ, ഈ ബില്ലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ല, ടാലിയിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ് വേണ്ടതുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും, വി ഡിക്ലെയർ ദാറ്റ് ദിസ് ഇൻവോയ്സ് ഷോസ് ദ ആക്ച്വൽ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഡിസ്ക്രൈബ് ആൻഡ് ദാറ്റ് ഓൾ പർട്ടിക്കുലേഴ്സ് ആർ ട്രൂ ആൻഡ് കറക്റ്റ്. ഇത് മതിച്ചിട്ട് ഇത് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരെണ്ണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ നെയിം ഓഫ് ക്ലാസ്സിലേക്ക് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ്, ഒരു ക്ലാസ് നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഒന്നും വേറെ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഒരു ക്ലാസ്സിലേക്ക് ക്ലബ്ബായിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കാം, POS. ഈ പേര് എന്ത് കൊടുത്താലും ആ പേരിലാണ് കേട്ടോ അറിയപ്പെടുക, അത്രയേ ഉള്ളൂ. ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും.
അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ബില്ലിങ്ങിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമ്മൾ മൾട്ടി മോഡ് പേയ്മെന്റ് ആണ് ഉപയോഗിക്കുക. സാധാരണ ഒരു ഷോപ്പിലാണെങ്കിൽ അവിടെ നമ്മൾ ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ചെക്ക്, ഈ രണ്ട് കാര്യങ്ങളല്ലേ ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയല്ല, നമ്മൾക്ക് പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ മൾട്ടി മോഡുകൾ ഉപയോഗിക്കാം. അതായത് ഗിഫ്റ്റ് വൗച്ചറുകൾ ഉണ്ടായിരിക്കും. ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് വേറെ തൊട്ടടുത്തുള്ള ഒരു ഫാൻസി ഷോപ്പുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ കടയിലേക്ക് വരുന്ന ആൾക്കാർക്ക് അവരൊരു ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കും. എന്നിട്ട് പറയും ഇത് ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മാറിക്കോളൂ. അപ്പോൾ എന്താ വെച്ചാൽ അവിടേക്കും ആൾക്കാർ വരും, ഈ സൂപ്പർ മാർക്കറ്റിലേക്കും കൂടുതൽ ആൾക്കാർ വരും. അപ്പോൾ രണ്ട് സ്ഥലത്തെയും ബിസിനസ് കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണ് അത്. അപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. അതേപോലെ തന്നെ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ്, ക്യാഷ്, ഇങ്ങനെയുള്ള മൾട്ടി മോഡ് പേയ്മെന്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടെങ്കിൽ എസ് കൊടുത്തു. ഇവിടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Alt+C അടിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫാൻസി ഷോപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആതിര ഫാൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൻ്റെ പേര് കൊടുക്കാം. ഇത് സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്, കിട്ടാനുള്ള ആളാണ് അല്ലേ. സൂപ്പർ മാർക്കറ്റ് ഈ ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് പൈസ കളക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, സൺട്രി ഡെറ്ററിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ സൺട്രി ഡെറ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അടുത്തത് ചോദിക്കും ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് ഉണ്ടോ. അപ്പോൾ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ ബാങ്കിൻ്റെ പേര് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ SIB ബാങ്ക് ഉണ്ട്, ബാങ്ക് കൊടുത്തു. ചെക്ക് ഉണ്ടോ, അപ്പോൾ ചെക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോ കൊടുത്തു. ക്യാഷും ഉണ്ട്, നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്യാഷ് ഓൾറെഡി ഉണ്ട്, ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് ഡീഫോൾട്ട് അക്കൗണ്ടിങ് അലോക്കേഷൻ ഫോർ ഓൾ ഐറ്റംസ് ഇൻ ഇൻവോയ്സ്. ഇവിടെ നമ്മൾ സെയിൽസിൻ്റെ ലെഡ്ജർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt+C അടിച്ച് നമുക്ക് സെയിൽസ് കൊടുക്കാം. അണ്ടർ എന്താണ്, സെയിൽസ് അക്കൗണ്ട്സിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ. നമ്മൾ ഇന്ന് GST കൂടിയിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് വേറെ ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഗൂഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ടാക്സുകൾ നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വിൻഡോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ടാക്സുകളൊക്കെ വരും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് CGST. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GSTയിലേക്ക് കൊടുത്തു. ഇവിടെ CGSTയിലേക്ക് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അടുത്തത് നമുക്ക് ഇവിടെ കൊടുക്കാം ഔട്ട്പുട്ട് SGST. ഇവിടെ ഔട്ട്പുട്ട് SGST. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. GST കൊടുക്കാം. SGSTയിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സേവ് ചെയ്തു. ഇപ്പം നമ്മൾ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളൊരു വൗച്ചർ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമ്മൾ ഒരു സെയിൽസിൻ്റെ എൻട്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്തു. നമ്മൾ വൗച്ചറിലേക്ക് വന്നു. ഇവിടെ നമുക്ക് എന്താണ്, സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും സെയിൽസ് വേണോ പോയിന്റ് ഓഫ് സെയിൽ വേണോ. അപ്പോൾ നമ്മൾ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളൊരു വൗച്ചർ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ POS. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ഈ ക്ലാസ് സെലക്ട് ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ ടാക്സുകളെല്ലാം അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. ഇപ്പം ഞാൻ നോട്ട് അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടു നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഗിഫ്റ്റ് വൗച്ചർ, ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് വന്ന് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ നമുക്ക് സാധാരണ ഒരു സെയിൽസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും വന്ന് കിടക്കാറില്ല അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ പറയണത് മൾട്ടി മോഡ് പേയ്മെന്റ് എന്ന്. അതേപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്ന് കിടക്കുക. ഇവിടെ നമുക്ക് പേരുകളൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് ഗിഫ്റ്റ് വൗച്ചർ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ മൾട്ടി മോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സിംഗിൾ എൻട്രി മോഡാക്കിയിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, Alt+I അടിച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ ക്യാഷ് മാത്രമേ വരുള്ളൂ. നമ്മുടെ സാധാരണ ഒരു ബില്ലിംഗ് ആണ് വരുള്ളൂ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ എന്താണ് മൾട്ടി മോഡ് പേയ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താക്കിയിട്ട് സെലക്ട് ചെയ്യണം, മൾട്ടി മോഡ് പേയ്മെൻറ്റിലേക്ക് സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചറുകളൊക്കെ കാണണം വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വീണ്ടും ഒന്നും കൂടി സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമ്മൾ പോയിന്റ് ഓഫ് സെയിൽ എടുത്തു. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ക്ലാസ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ
അപ്പോൾ എല്ലാ ലെഡ്ജറുകളും അവിടെ വന്ന് കിടക്കും. നമ്മൾ എമൗണ്ട് അടിക്കുക മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ POS എടുത്തു. അപ്പോൾ ഇവിടെ നോക്കൂ എല്ലാ വൗച്ചറുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് വൗച്ചറിൽ ആതിര എല്ലാതും വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇനി എമൗണ്ട് മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണിക്കും പാർട്ടീസ് അക്കൗണ്ട് നെയിം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലാകുമ്പോൾ നമ്മൾ പാർട്ടിയുടെ പേരൊന്നും മെൻഷൻ ചെയ്യാറില്ലല്ലോ അല്ലേ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേര് നാളൊന്നും ചോദിക്കാറില്ലല്ലോ. നമ്മളിവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ബയറുടെ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം കേട്ടോ. ബില്ലിൽ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ക്യാഷ് ആയിട്ടാണ്, നമ്മളൊരു കൺസ്യൂമറിൻ്റെ ബില്ലാണല്ലോ ചെയ്യണത്. അപ്പോൾ ടാക്സ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തിലേക്ക് സെലക്ട് ചെയ്യണം? റെഗുലറിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ റെഗുലറിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഐറ്റംസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഐറ്റംസ് കൊടുത്തു, ഹാൻഡ് വാഷ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഹാൻഡ് വാഷ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബില്ലുകളിൽ പല പല പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്ന് എന്താണ്, നമ്മൾ ഡിഫോൾട്ടായിട്ട് പ്രിന്റ് വരും എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പ്രിന്റിന് വേണ്ടി വേറൊരു കമാൻഡ് കൊടുക്കണ്ട. അടുത്തൊരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി എപ്പോഴും 1 ആയിട്ടേ കാണിക്കുള്ളൂ. നമ്മൾക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റി നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 25 കൊടുത്തു. ഞാൻ അതിൻ്റെ റേറ്റും കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ അടുത്ത ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അടുത്ത ഐറ്റം റൈസ് ആണ്. ഇവിടെ റൈസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. വീണ്ടും ഇവിടെ 1 ആണ് വരിക. നമുക്ക് എന്താണ് ക്വാണ്ടിറ്റി നമുക്ക് മാറ്റി കൊടുക്കാം, 20 കൊടുത്തു. അതേപോലെ നമുക്ക് അതിൻ്റെ റേറ്റ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്ത ഐറ്റം നമുക്കിവിടെ കൊടുക്കാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഐറ്റം നമുക്കിവിടെ കൊടുക്കാം. നെക്സ്റ്റ് ഐറ്റം എന്താണ്? ഷാമ്പു ആണ്. ഷാമ്പു നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമ്മൾ ക്വാണ്ടിറ്റി കൊടുത്തു, 25 കൊടുത്തു. ഷാമ്പുവിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തു, എൻ്റർ അടിച്ചു. നെക്സ്റ്റ് നമ്മൾക്ക് അടുത്ത ഐറ്റം കൊടുക്കാം. നമ്മൾക്ക് സോപ്പ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. വീണ്ടും നമ്മൾ ക്വാണ്ടിറ്റി കൊടുത്തു, 50 കൊടുത്തു, റേറ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ നോക്കൂ, ടാക്സുകളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുകയാണ്. കാരണം നമ്മൾ ടാക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബില്ല് എടുക്കുമ്പോൾ തന്നെ ഇവിടെ എന്താണ്, ഈ ഔട്ട്പുട്ട് CGSTയും SGSTയും ഇവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഇത് ഓരോ പ്രാവശ്യവും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ഓഫ് സെയിലിൽ അല്ലാതെ നമ്മൾ ഈ ക്ലാസ് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ടാക്സുകൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 12335.50 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ ഗിഫ്റ്റ് വൗച്ചറിന് വേണ്ടിയിട്ട് എത്രയാണ് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഗിഫ്റ്റ് വൗച്ചറിലേക്ക് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കണ എമൗണ്ട് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 5000 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5000 കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തത് ചോദിക്കും ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ബാങ്കിലേക്ക് എത്രയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാങ്കിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണ എമൗണ്ട് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 5000 ആണ് കൊടുക്കുന്നത്. ബാങ്കിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 5000 കൊടുത്തു. അപ്പോൾ അതിൻ്റെ കാർഡ് നമ്പറൊക്കെ നമുക്കിവിടെ ചോദിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാർഡ് നമ്പർ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അടുത്തത് എന്താണ്? ക്യാഷാണ്. അപ്പോൾ ക്യാഷ് എത്രയാണ്? 2335.50 ആണ് ഈ ക്യാഷായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് ആണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് 2500 ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും ക്യാഷ് 10 days എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കണ എമൗണ്ട് 2500 കൊടുത്തു. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് ഈ ബാലൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇവിടെ ബാലൻസ് വരും. കണ്ടോ, ബാലൻസ് 164.50. അതായത് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ പോകുമ്പോൾ നമ്മൾ എമൗണ്ട് കൊടുത്താൽ അവരൊരിക്കലും കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറില്ലല്ലോ. കാരണം അത് ആ ബില്ലിൽ തന്നെ കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ബില്ലിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് വരും. പ്രിന്റിന് വേണ്ടി വേറൊരു കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ എന്താണ്, മൾട്ടി മോഡ് പേയ്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. വിവിധ തരം പേയ്മെൻറ്റുകൾ, ഗിഫ്റ്റ് വൗച്ചർ, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, ക്യാഷ്, ഇങ്ങനെ തരത്തിൽ നമ്മൾക്ക് പേയ്മെൻറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അടുത്തത് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ക്വാണ്ടിറ്റി എപ്പോഴും 1 ആണ് വരിക. നമ്മൾ അവിടെ എന്താണ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. എത്രയാണ് ക്വാണ്ടിറ്റി വെച്ചാൽ അത് കൊടുക്കണം. അതേപോലെ പ്രിന്റിൽ ടൈം അടക്കം വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ കണ്ടോ, നേരെ പ്രിന്റിലേക്കാണ് പോവുക. നമ്മൾ പ്രിന്റിന് വേണ്ടി വേറൊരു കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് പ്രിവ്യൂ എടുത്ത് നോക്കിയാലോ. ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രിവ്യൂ എടുത്തു. ഈ പ്രിവ്യൂ നമുക്കൊന്ന് വൃത്തിക്കും വെടിപ്പിനും ഒക്കെ കാണണം വിചാരിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് F4 പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് F4 പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. നോക്കൂ, ഇവിടെ ടൈം അടക്കം കാണിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതേപോലെ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, അതിൻ്റെ ടാക്സ് എമൗണ്ട്, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചറുകൾ ഇവിടെ കാണിക്കും. ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡിൽ കാണിച്ചിട്ടുണ്ട്, കാർഡ് നമ്പർ കാണിച്ചിട്ടുണ്ട്, ക്യാഷ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ബാലൻസും ഇവിടെ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഒരു എമൗണ്ട് എടുത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഇതിനു വേണ്ടി അവിടെ കാൽക്കുലേറ്റ് ചെയ്യാറൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ അടിച്ചിട്ടുള്ള മെസ്സേജും ഇവിടെ വന്നു, താങ്ക് യു കം അഗെയിൻ എന്നുള്ളത് വന്നു. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കാരണം അവിടെ നമ്മൾ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു റീറ്റെയിൽ ഷോപ്പിങ്ങിൻ്റെ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഈ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളത്. അപ്പോൾ അത് ടാലിയിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ബില്ലിംഗ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എൻട്രി ഓൾറെഡി നമുക്ക് സേവ്ഡ് ആയി പോയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചറിൽ എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്, ക്യാഷിൽ എത്ര എമൗണ്ട് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണണം വിചാരിക്കുക. നമുക്ക് ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്കിവിടെ കാണിക്കും POS രജിസ്റ്റർ, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. ഗിഫ്റ്റ് വൗച്ചറിൽ ഈ എമൗണ്ട് വന്നിട്ടുണ്ട്, ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡിൽ ഈ എമൗണ്ട് വന്നിട്ടുണ്ട്, ക്യാഷിൽ ഈ എമൗണ്ട് വന്നിട്ടുണ്ട്, ടോട്ടലായിട്ട് ഈ ഒരു ബില്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പോയിന്റ് ഓഫ് സെയിൽ ടാലിയിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ ബില്ലിങ് ടാലി പ്രൈമിൽ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.